പിന്നെ ഈ പറയുന്ന പോലെ BJP എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിലേ ആക്കി വിജയ്ക്ക് സഹതാപതരങ്ങൾ കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും എനിക്ക്. JSKയുടെ പോലെയല്ല, എനിക്ക് ഈ വിജയ്ക്ക് ഈ സിനിമകൾ കുറച്ച് ഡിലേ ആവുന്നതോറും ആളുകളായിരിക്കും എന്നാലും കഷ്ടമായി പോയല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വിജയ്ക്ക് അങ്ങനെ കാണിക്കുമ്പോ നമുക്ക് ഈ ആളുകൾക്ക് സഹതാപതരംഗമായിരിക്കുമല്ലോ. അപ്പൊ എന്താണ് പ്രശ്നം, വിജയനോട് ഇത്ര എതിർപ്പുണ്ടോ, വിജയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ ആളുകൾ വിജയിലേക്ക് പോകുന്നു. അപ്പൊ കുറെ ആളുകൾ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. വിജയുടെ ഇതിനു മുമ്പ് ജയലളിത ഇരുന്ന സമയത്തൊക്കെ ഏതോ സിനിമ തലൈവേ അങ്ങനെ എന്തോ ആ സമയത്തൊക്കെ ബുദ്ധിയിലേക്ക് ഈ റിലീസ് എല്ലാ പടത്തിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡിലേ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് നോക്കിയിട്ട് റിലീസ് ഡേറ്റ് വന്ന ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് അപ്പൊ തനിക്ക് തോന്നുന്ന കാര്യം? എനിക്ക് റിലീസ് അപ്പൊ ഉണ്ടാവോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് വിജയുടെ സിനിമ നമ്മൾ OTT അല്ല റിലീസിന്. ഈ ദിലീപിന്റെ വിജയുടെ സിനിമ പൊങ്കലിനല്ല ഏത് സമയത്താണെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ആളുകൾ ഒരു രക്ഷ ഉണ്ടാവില്ല. അത് അല്ല, ഇറങ്ങാതൊന്നും ഇരിക്കാൻ ചാൻസ് കുറവായിരുന്നു. അത് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. പിന്നെ ഫെബ്രുവരിയിലാണ് ഇപ്പൊ 21-ാം തീയതിയാണ് വിധി വരുന്നത്. 21-ാം തീയതി വിധി വന്നാലും നെക്സ്റ്റ് സുപ്രീം കോടതി പോയി, സുപ്രീം കോടതിയിലേക്ക് പോയെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. എന്തായാലും വിജയുടെ സിനിമ റിലീസാവാതിരിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. റിലീസാവും എന്തായാലും ആയിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഈ പറയുന്ന പോലെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഡബിൾ മൈൻഡ് ആണ്. റിലീസ് ആവുമോ എന്നുള്ളൊരു എന്തായാലും ഏറ്റവും അവസാനത്തെ സിനിമ ഒരു എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന സിനിമയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് മമിതയുണ്ട്. മമിതയുടെ ഒരു പാട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. മമിത അതുപോലെ തന്നെ എന്തായാലും ഇങ്ങനെ റിലീസ് എന്തായാലും ഈ മാസമല്ലേ, ഉണ്ടാവില്ല. അടുത്ത വർഷം നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു. എന്തായാലും റിലീസ് ഉണ്ടാവുന്ന എന്റെ വിശ്വാസം തന്നെ. എനിക്കതാ പറഞ്ഞത്. എനിക്ക് ജനുവരിയിൽ എന്തായാലും പടമില്ല. ഫെബ്രുവരി 21-ാം തീയതി അറിയാം. മാർച്ചിലായിരിക്കും 21-ാം തീയതി വിധി വരട്ടെ. അപ്പോഴല്ലേ വരുമ്പോ എന്താണ് പറയുന്നത്. എന്തായാലും പൊളിറ്റിക്കലായിട്ട് നടക്കുന്നതായിരിക്കും, നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.